ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരായ ഏവരുമേ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ അനുസ്മരിക്കുന്ന പുണ്യദിനങ്ങളിൽ കൂടി നാം യാത്ര ചെയ്യുകയാണല്ലോ. ഇന്നത്തെ പഠനത്തിനും ചിന്തയ്ക്കുമായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. അനന്തരം തൻ്റെ വത്സല ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ മാതാവ്. ഇതിൻ്റെ സന്ദർഭം നമുക്ക് ഏവർക്കും ചിരപരിചിതമാണ്. നമ്മുടെ കർത്താവ് കുരിശിന്മേൽ അതിവേദനപ്പെടുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ മൂന്നാമത്തെ മൊഴിയായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് ഇതാ നിന്റെ മാതാവ് എന്ന് പറയുന്ന മൊഴിയും അതിനോട് ചേർന്ന് ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന മൊഴിയും. സത്യത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ വാത്സല്യ മാതാവിനെ വത്സല ശിഷ്യനായ യോഹന്നാനെ ഭരമേൽപ്പിക്കുന്ന രംഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ ഭംഗിയായി വരച്ച് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ കരുതലും നമ്മുടെ കർത്താവിൻ്റെ ചേർത്ത് നിർത്തലും അതെത്ര വലുതാകുന്നു എന്ന് കാലങ്ങളെ പഠിപ്പിക്കുന്ന, അതെത്ര വലുതാകുന്നു എന്ന് നമ്മെ ഏവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണിത്. യേശുക്രിസ്തു തൻ്റെ മാതാവായ പരിശുദ്ധ കന്യകമറിയാമിനെ വളരെ സ്നേഹത്തോടും കരുതലോടും തന്നോട് ചേർത്ത് അണച്ച് വെക്കുകയാണ്. സത്യത്തിൽ ഇപ്രകാരമുള്ള കരുതലും സ്നേഹവും നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് നമ്മുടെ കർത്താവ് കുരിശിന്മേൽ അതിവേദനപ്പെടുമ്പോൾ ചെയ്ത ഈ കർമ്മം നമ്മളുടെ ഈ ലോക ജീവിതത്തിലായിരിക്കുന്ന ഏവരെയും ഒരേപോലെ സ്വാധീനിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും തന്നെയാകുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതലേ ഇപ്രകാരം കരുതൽ നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. ഏദന്റെ പറുദീസായിൽ ആദമിന് കൂട്ടായി ആദമിൻ്റെ ഏകാന്തത നല്ലതല്ല എന്ന് തിരിച്ചറിയുന്ന ഉടയവൻ ആദമിന് കൂട്ടായി ഹവ്വ എന്ന സ്ത്രീയെ നൽകുന്നുണ്ട്. അതിനുശേഷവും ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ യാത്രയിൽ അവർ ഏകാന്തരായി സഞ്ചരിക്കാൻ ഇടയാകാതിരിപ്പാൻ തക്കവണ്ണം തൻ്റെ സാന്നിധ്യവും തൻ്റെ സുരക്ഷിതത്വവും അവർ അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ ദൈവമായ കർത്താവ് അവർക്ക് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി അവരോട് ചേർന്ന് നടക്കുന്നുണ്ട്. അവർക്ക് തൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ രണ്ട് കാര്യങ്ങളാണ്: പകലിൽ അവർക്ക് മേഘത്തിൻ്റെ തണൽ നൽകിയതും രാത്രിയായപ്പോൾ അഗ്നിത്തൂണായി അവർക്ക് പ്രകാശം അരുളിയതും. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉടനീളം ഇപ്രകാരം ഏകാന്തതയിലും ഒറ്റപ്പെടലിലും കഴിയുന്ന മനുഷ്യരെ കരുതലും സംരക്ഷണവും നൽകി അവരെ തന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നിതാന്തമാകുന്ന സ്നേഹം നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. പ്രത്യേകിച്ച് പ്രവാചകന്മാരൊക്കെയും പ്രവചന ശുശ്രൂഷ നിർവഹിച്ചപ്പോൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവർ പോയ ഇടങ്ങളിലെല്ലാം അവരുടെ പാദങ്ങൾക്ക് പ്രകാശമായി, അവരുടെ നാവുകൾക്ക് ശക്തിയായി, ക്രൂരരായ രാജാക്കന്മാരുടെ മുമ്പിലും നീതിയെ മറിച്ചു കളയുന്ന മനുഷ്യരുടെ മുമ്പിലും ദൈവനീതിയെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം അവർക്ക് ബലം പകർന്ന് അവരോട് ചേർന്ന് നടന്നത് ഉടയവനായ ദൈവം തന്നെ ആയിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇപ്രകാരം ചേർന്ന് നിൽക്കുന്ന മനുഷ്യരോടൊപ്പം അവരുടെ ഏകാന്തതയിൽ ആശ്വാസമായി, അവരുടെ ഒറ്റപ്പെടലിൽ അവർക്ക് ബലം പകരുവാൻ തക്കവണ്ണം ചേർന്ന് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ നാം ദർശിക്കുന്നുണ്ട്. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം തന്നെ ഒറ്റപ്പെട്ടുപോയ, തള്ളപ്പെട്ടുപോയ, ഭഗ്നാശരായി പോയ സകല മനുഷ്യജാതിക്കും വേണ്ടിയുള്ള വലിയ രക്ഷയുടെ ഒരു വലിയ സന്ദേശം ആയിരുന്നു. അത് തിരുവചനത്തിൽ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു. വചനമായ ക്രിസ്തു എന്തുകൊണ്ടാണ് ശരീരം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ പാർത്തത്? അവരത്രമേൽ അവഹേളിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും പാപത്തിന്റെ ഫലമായുള്ള വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചും ഒറ്റപ്പെട്ടു പോകുന്നതിനെ കണ്ടപ്പോൾ അവരോടുള്ള സ്നേഹത്താൽ അകമുരുകിയാണ് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഇത് ഭംഗിയായി പറയുന്നുണ്ടല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനെ
ലോകത്തിന് നൽകുവാൻ തക്ക വിധത്തിൽ അത്രമേൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ആരും ഒറ്റപ്പെട്ടു പോകുന്നത് ക്രിസ്തുവിന്, നമ്മുടെ അരുമനാഥന് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടം കൊണ്ട് മാത്രമല്ല, യേശുക്രിസ്തു ഏകാന്തത ഇഷ്ടപ്പെടാത്ത മനുഷ്യനാകുന്നു എന്നുള്ളത്, മനുഷ്യരുടെ ഒറ്റപ്പെടലുകൾ ഇഷ്ടപ്പെടാത്ത മനുഷ്യനാകുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ലോകത്തിന്റെ 4 അതിരുകളിലേക്ക് അയക്കുമ്പോൾ അവിടെ കൃത്യമായ ഒരു മാനദണ്ഡം പാലിക്കുന്നത് വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇത് മാത്രമാണ്. അവർ യാത്രയായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവർ പോകുമ്പോൾ അവരെ ഈരണ്ടായി അവൻ അയച്ചു. ഒരാളുടെ വേദനയിൽ മറ്റൊരാൾ തണലും തുണയുമായി ചേർന്ന് നിൽക്കുവാൻ, കരങ്ങൾ ചേർത്ത് പിടിക്കുവാൻ തക്ക വിധത്തിൽ വലിയൊരു സ്വാതന്ത്ര്യമുള്ള, അപ്രകാരം ചേർത്ത് നിർത്തുന്ന ഒരനുഭവത്തിലാണ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ലോകത്തിന്റെ 4 അതിരുകളിലേക്കും പറഞ്ഞ് അയപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഉശാന പെരുന്നാളുമായി ബന്ധപ്പെട്ട തിരുവചന ഭാഗത്തും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിവരണമുണ്ട്. യേശുക്രിസ്തുവിന്റെ അനിതര സാധാരണമായ കരുതലാണ് അവിടെ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. ക്രിസ്തു തന്റെ വാഹനമായി ഒരു കഴുതയെ തിരഞ്ഞെടുക്കുമ്പോൾ ശിഷ്യന്മാർ കൊടുക്കുന്ന ഒരു നിർദ്ദേശം ഒരു സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ: നിങ്ങൾ പോകുവീൻ, ഒരു കഴുതയെയും അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരുവീൻ. എത്രമേൽ വലിയ കരുതലാണ് ഈ നിർദ്ദേശത്തിൽ യേശുക്രിസ്തു നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ അവയെ തമ്മിൽ വേർപിരിപ്പിക്കുവാൻ തക്കവണ്ണമല്ല. വേർപിരിക്കുക വഴിയായി ചിലപ്പോൾ സങ്കടങ്ങളും പ്രയാസങ്ങളും ഈ ചെറിയ ജീവിക്ക് പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്നുള്ള ചിന്തയിൽ എത്രമേൽ ആഴത്തോടെ സ്നേഹത്തോടെയാണ് യേശുക്രിസ്തു തന്റെ ശിഷ്യ സമൂഹത്തോട് പറയുന്നത്: നിങ്ങൾ പോകുമ്പോൾ അവയെ വേർപിരിക്കാതെ അവയെ ഒന്നായി ചേർത്തുകൊണ്ട് വരുവീൻ. വേർപിരിക്കുക എന്നുള്ളത് മനുഷ്യരുടെ രീതിശാസ്ത്രമാണ്. മനുഷ്യരാണ് ഇപ്രകാരം വേർപിരിക്കുന്നത് അത്രയും. എന്തുകൊണ്ടാണ് ഈ വേർപിരിയൽ മനുഷ്യരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത്? അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് കുറവുകളോടുകൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നമുക്ക് ആകുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ലോക ജീവിതത്തിൽ എല്ലാവരും പെർഫെക്റ്റ് അല്ല. വിവിധ തരത്തിലുള്ള ബലഹീനതകളും കുറവുകളും തെറ്റുകളും എല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. നമ്മൾ പലപ്പോഴും ഈ കുറവുകളെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുകയും അവരെ നമ്മോടൊപ്പം കൂട്ടുവാൻ തക്കവണ്ണം കൊള്ളാവുന്നവരല്ല എന്നുള്ളൊരു ധാരണ നാം തന്നെ രൂപപ്പെടുത്തി നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ചിലരെയൊക്കെ അകറ്റി നിർത്തിയിട്ടുണ്ട്, വേർപെടുത്തി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മെ നമ്മുടെ കുറവുകളോട് കൂടെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. ദൈവം നമ്മുടെ വിശുദ്ധിയും നിർമ്മലതയും മാത്രം നോക്കി തന്നോടുകൂടെ നമ്മെ ചേർത്ത് നിർത്തുകയായിരുന്നുവെങ്കിൽ നമ്മിൽ എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം ഇടയാകുമായിരുന്നു. സത്യത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും ഒക്കെ തകർന്നു പോയ നമ്മെ എത്ര വലിയ ദയാവായ്പോടും സ്നേഹത്തോടുമാണ് അവൻ തന്റെ മാറോട് ചേർത്തണച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറവുകളോടുകൂടെ അനേകരെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അത് നമ്മളായിരിക്കുന്ന ഭവന പശ്ചാത്തലത്തിലായിക്കൊള്ളട്ടെ, നാം തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ആ സാഹചര്യങ്ങളിലായിക്കൊള്ളട്ടെ, നാം അനുദിന ജീവിതത്തിൽ വ്യാപരിക്കുന്ന എല്ലാ സാമൂഹികമാകുന്ന ഇടങ്ങളിലും ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ നമുക്ക് മുമ്പിലുള്ള മനുഷ്യരെ അവരുടെ ബലഹീനതകളോടും കുറവുകളോടും കൂടെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുക എന്നത് ഏറെ പ്രധാനമാണ്. നാം ആരെയും ഉൾക്കൊള്ളാതെ വേർപിരിയലിനെ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നതിന്റെ കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. രണ്ടാമതായി, വേർപിരിയുവാൻ തക്കവണ്ണം ഇടയാകുന്നതിന്റെ കാരണം പരസ്പരം ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇല്ലാതെ, പരസ്പരം ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകാതെ വേർപിരിയുവാൻ തക്കവണ്ണമുള്ള കാരണം ബന്ധങ്ങളെ നാം വലുതായി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സത്യത്തിൽ ഈ കാലത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപജയം എന്താണ്? ഇത് വേറെ ഒന്നുമല്ല, ബന്ധങ്ങളെ നേരാം വിധം കാണുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം സാധ്യമാകാതെ പോകുന്നു എന്നുള്ളതാണ്. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നൊരു ചൊല്ലുണ്ട്. സത്യത്തിൽ നമ്മളുടെ യാത്രയ്ക്ക് പോകുമ്പോഴാണ് ഈ ആപ്തവാക്യം കൂടുതൽ സാധൂകരിക്കപ്പെടുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ബന്ധങ്ങളിലാണ് ഇവയെ ഉപയോഗിക്കുന്നത്. ഏറ്റവും കുറച്ചു ബന്ധങ്ങളും കുറച്ചു മനുഷ്യരും ഒക്കെ മാത്രം നമ്മളോട് കൂടെ ഉണ്ടായാൽ മതി. വിശാലമായ ഒരു ഭൂമികയിൽ ധാരാളം മനുഷ്യർ നമ്മളോട് ചേർന്ന് നിൽക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് നമ്മൾ തന്നെ അങ്ങ് നിശ്ചയിക്കുകയാണ്. അതനുസരിച്ച് ബന്ധങ്ങളെ കുറച്ച് കാണുവാനും
ബന്ധങ്ങളെ വലുതായി കാണുവാൻ തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഇല്ലാതെയാക്കുവാനും നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ യേശുക്രിസ്തുവിന്റെ വലിപ്പം എവിടെയാണ്? അത് വേറെ ഒന്നിലുമല്ല. യേശുക്രിസ്തുവിന്റെ വലിപ്പം അവൻ ഉണ്ടാക്കിയ ബന്ധങ്ങളിലാണ്. എന്തുമാത്രം മനുഷ്യരാണ് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്നിട്ടുള്ളത്. അവയിൽ വിവിധ ഭാഷക്കാരുണ്ട്, വിവിധ തൊഴിൽ മേഖലകളിൽ ഉൾപ്പെട്ടവരുണ്ട്, വിവിധ തരത്തിലുള്ള കുറവുകളും ബലഹീനതകളും ഉള്ളവരുണ്ട്, പണ്ഡിതരായ മനുഷ്യരുണ്ട്, ഒന്നും അറിയാത്തവരുണ്ട്, വാക്കുകൾ കൂട്ടിച്ചൊല്ലുവാൻ കഴിയാത്ത സാധാരണക്കാരുണ്ട്. ഗോതമ്പ് പാടങ്ങളിൽ, മുന്തിരിത്തോട്ടങ്ങളിൽ ഒക്കെ നട്ടെല്ല് പൊട്ടി പണിയെടുത്ത് രാപകൽ അവരുടെ അധ്വാനങ്ങളൊക്കെ പൂർത്തീകരിച്ചു വരുമ്പോൾ ആരാലും സ്വീകരിക്കപ്പെടാതെ തള്ളപ്പെട്ട മനുഷ്യരുണ്ട്. ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള മനുഷ്യരെ എത്ര സ്നേഹത്തോടും അതിലേറെ കരുതലോടും കൂടിയാണ് യേശുക്രിസ്തു തന്നോട് ചേർത്ത് വെച്ചത്. സത്യത്തിൽ യേശുക്രിസ്തുവാണ് ബന്ധങ്ങളുടെ സുൽത്താൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടതായി വരും. നമ്മുടെ കർത്താവിനോടുകൂടെ എന്തുമാത്രം ജനങ്ങളാണ് അവന്റെ പിന്നാലെ യാത്ര ചെയ്തത്. ഓശാനയുടെ ദിവസം നമ്മുടെ കർത്താവിനോടൊപ്പം സഞ്ചരിച്ച ജനത്തെ പറ്റി സുവിശേഷത്തിൽ ഒരു രേഖപ്പെടുത്തലുണ്ട്. അതിങ്ങനെയാണ്: ഒരു നഗരം മുഴുവനും ഇളകി അവന്റെ പിന്നാലെ ചേർന്നു. ഇത് കാണുമ്പോൾ പരീശന്മാരും സാധുക്യരും ഒക്കെ തമ്മിൽ പറയുന്ന ഒരു പരിദേവനം സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് വേറെ രീതിയിലൊന്നുമല്ല. ഇങ്ങനെയാണ് പറയുന്നത്: നമ്മെ കൊണ്ട് ഒന്നിനും ആവുന്നില്ലല്ലോ, കണ്ടാലും ഇതാ ലോകം മുഴുവനും അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഒരാൾ ഭാഗ്യവാനാകുന്നത് എപ്പോഴാണ്? അത് നമ്മളുടെ വീഴ്ചകളിൽ ചിരിക്കാത്ത, വീഴുമ്പോൾ താങ്ങാകുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ഭാഗ്യവാനായി തീരുന്നത്. സത്യത്തിൽ നമുക്ക് ഈ ബന്ധങ്ങളെ വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ നാം ഇങ്ങനെ ഏകരായ ജീവിതം പൂർത്തീകരിക്കാം എന്നുള്ളൊരു മൗഢ്യധാരണ എപ്പോഴോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുണ്ട്. സത്യത്തിൽ നമുക്കുണ്ടാകേണ്ടത് മുഴുവനും അനേക ബന്ധങ്ങളും അനേക സ്നേഹപരമാകുന്ന ഇടപെടലുകളും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കണം. യേശുക്രിസ്തുവിനെ പറ്റി ഈ അടുത്തിടെ വായിച്ചൊരു കവിത ഇപ്രകാരമാണ്: ക്രിസ്തുവേ, നീ എത്ര ഭാഗ്യവാൻ, നിന്റെ കുരിശു ചുമക്കുവാൻ ഒരു ശമയോനും, നിന്നെ പ്രതി മാറത്തടിച്ച് നിലവിളിക്കുവാൻ തക്കവണ്ണം കുറെ സ്ത്രീകളും, നിന്റെ ഉയർപ്പിൻ പ്രത്യാശയിൽ കല്ലറവാതിലിൽ മഗ്ദലന മറിയമും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാരാണ് യേശുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുരന്ത സന്ധികളിൽ കൂട്ടുവരുവാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര സത്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ ദുരന്ത സന്ധികളിൽ നാം വിളിക്കുമ്പോൾ ഓടി അരികിലണയുവാൻ തക്കവണ്ണം എത്ര ബന്ധങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് നാം തന്നെ പരിശോധിച്ചറിയേണ്ടതാണ്. എന്തുകൊണ്ടാണ് ബന്ധങ്ങളിൽ നിന്ന് നാം വേർപിരിഞ്ഞു പോകുന്നത്? അതിന് മറ്റു കാരണങ്ങൾ ഒന്നും തന്നെയല്ല. ബന്ധങ്ങളെ വിലപ്പെട്ടതായി കാണുവാൻ തക്കവണ്ണം നാം പരാജയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. മൂന്നാമതായി, എന്തുകൊണ്ടാണ് ബന്ധങ്ങൾ ഇല്ലാതെ ഇങ്ങനെ വല്ലാത്ത വേർപിരിയലിന്റെ ഒരു അനുഭവത്തിൽ നാം കടന്നു പോകുന്നത്? അതിന്റെ ഒരു കാരണം നമ്മുടെ അനാവശ്യ പിടിവാശികളാണ്. എല്ലായിടത്തും നാം ജയിക്കണമെന്ന് ആഗ്രഹം നമുക്കുണ്ടാകാം. പക്ഷെ എല്ലാ കാര്യങ്ങളിലും ജയിക്കുന്നത് മാത്രമല്ല വലുത് എന്ന് തിരിച്ചറിയാൻ ഇടയാകണം. ചില ബന്ധങ്ങളിലൊക്കെ നമ്മുടെ ഇടപെടലുകൾ വഴിയായി, നമ്മുടെ സംഭാഷണങ്ങൾ വഴിയായി, നമ്മുടെ രീതികൾ വഴിയായും ഒക്കെ ചിലർക്ക് നമ്മോട് അനിഷ്ടങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായി കാണാം. എന്നാൽ സാധാരണയായി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിലും അവർ നമ്മോട് വന്ന് നിരന്നുകൊള്ളട്ടെ എന്നുള്ളൊരു ചിന്തയിൽ അവരോട് ഒരു തരത്തിലും ഉരിയാടാതെ, അവരോട് അടുപ്പം കാണിക്കാതെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ചില പിടിവാശികളെ ഉപേക്ഷിക്കാതെ നമുക്ക് ബന്ധങ്ങൾക്കിടയിൽ ജീവനുള്ള പാലം ക്രമീകരിക്കാൻ തക്കവണ്ണം സാധിക്കുകയില്ല. പിടിവാശികളെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അല്ലെങ്കിൽ തന്നെ സ്നേഹത്തിന്റെ മുമ്പിൽ എന്ത് പിടിവാശികളാണ് ഉള്ളത്? സ്നേഹത്തിന്റെ മുമ്പിൽ പിടിവാശികൾക്കൊന്നും വലിയ അർത്ഥമില്ല. നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും ഇത് മാത്രമായിരിക്കണം. അതായത് നമുക്ക് അനേകരെ നമ്മോട് ചേർത്ത് നിർത്തുവാൻ ലഭിക്കുന്ന ഒരവസരങ്ങളും പാഴാക്കി കളയുകയില്ല എന്നുള്ളൊരു തീർച്ചയും ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അനാവശ്യ പിടിവാശികളെയൊക്കെ പടിക്ക് പുറത്ത് നിർത്തുവാനും സ്നേഹത്തിന്റെ ആവൃത്തിയിൽ പരസ്പരം ബന്ധിക്കപ്പെടുവാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കേണ്ടിയിരിക്കുന്നു. നാലാമതായി, എന്തുകൊണ്ടാണ് വേർപിരിയലുകൾ ഉണ്ടാകുന്നത്? വേർപിരിയലുകൾ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്
അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടത്ര മൂല്യം നൽകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ അരികിലുള്ള പ്രിയപ്പെട്ടവരെ സ്നേഹിപ്പാൻ ഇടയാകാതെ വിദൂരങ്ങളിലുള്ള പലരോടും നാം കൃത്യമായി സ്നേഹം പങ്കുവെക്കുന്ന ഒരു പ്രവണത ഈ പുതിയ കാലത്ത് വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. സത്യത്തിൽ അരികിൽ നിൽക്കുന്നവരെയാണ് കുറേയേറെ നാം കരുതേണ്ടത്. അത്രയും വിദൂരങ്ങളിലുള്ളവരെ കരുതുന്നത് വേണ്ട എന്നല്ല, വിദൂരങ്ങളിലുള്ള മനുഷ്യരെ കരുതുന്നതിൻ്റെ ആനുപാതികമായുള്ള കരുതൽ നമുക്ക് നമ്മുടെ അരികിലുള്ളവരെ കരുതുവാൻ തക്കവണ്ണം സാധിക്കണം. അത് നമ്മളോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ചേർക്കപ്പെട്ട് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയാവാം, നമ്മുടെ ഈ ലോക ജീവിതത്തിന് കാരണമായി തീർന്ന നമ്മുടെ അപ്പനും അമ്മയുമാകാം, നമ്മുടെ സഹോദരങ്ങളാകാം. അവരോടൊക്കെ പരസ്പരം ചേർന്നും ഇടപെട്ടും ഈ ലോക ജീവിതം പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മെ പ്രതിയുള്ള ദൈവ ഇഷ്ടമായി കാണുവാൻ സാധിക്കണം. പലപ്പോഴും അരികിലുള്ളവരുടെ വില മനസ്സിലാക്കുവാൻ ഇടയാകാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒക്കെ ഭവനങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. അരികിലുള്ളവരെ കരം ചേർത്ത് പിടിച്ച് നമ്മോട് ചേർത്ത് നിർത്തുവാൻ ഇടയാകുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത് ക്രമാനുഗതമായി വളരുന്നതല്ല, അത് താഴേക്ക് ഇങ്ങനെ പോകുന്നതാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. യേശുക്രിസ്തു ഇതാ നിന്റെ മാതാവ് എന്നും ഇതാ നിന്റെ മകനെന്നും പറയുമ്പോൾ അതിനകത്ത് വേറൊരു കരുതലിന്റെ തലം കൂടി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മാതാവിനെ തൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഈ മാതാവ് സഹിച്ച നൊമ്പരങ്ങൾ അതെത്ര വലുതായിരുന്നു. അഗതികൾക്ക് ഗതി നൽകുവാൻ പിറന്നവനെയും കൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പലയിടങ്ങളിൽ ആ രാത്രിയിൽ യൗസേ പിതാവും കന്യക മറിയാമും ഇങ്ങനെ തേരാപാര സഞ്ചരിച്ചിട്ടുണ്ട്. അവരുടെ വേദന നിറഞ്ഞ സങ്കടം നിറഞ്ഞ നിലവിളികൾക്ക് ഈ ലോകത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ലോകത്തിന്റെ ഏതെങ്കിലും വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതായി തിരുവചനത്തിൽ നാം വായിക്കുന്നില്ല. അപ്പോൾ അവർ ഏറെ പങ്കപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചാണ് ലോകത്തിന് ദിവ്യദാനങ്ങൾ നൽകുവാൻ തക്കവണ്ണം ജാതനായ ക്രിസ്തുവിനെ പ്രസവിക്കുന്നത്, ക്രിസ്തുവിനെ ഈ ലോക ജീവിതത്തിലേക്ക് ജനനം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു തൻ്റെ അപ്പനും അമ്മയും സഹിച്ച വേദനകളുടെ ആഴം തിരിച്ചറിഞ്ഞിരുന്നു. സത്യത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് അവരുടെ അപ്പനും അമ്മയും സഹിച്ച വേദനകളുടെ ആഴം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തണലും നമ്മുടെ അപ്പൻ കൊണ്ട വെയിലാകുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്കിടയാകണം. എന്തുമാത്രം സംരക്ഷണവും കരുതലുമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനോളം ഇത്ര ദീർഘമായ കാലം സുരക്ഷിതത്വം ലഭിക്കേണ്ട, ശുശ്രൂഷ ലഭിക്കേണ്ട വേറൊരു ജീവിയും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ കരുതൽ ലഭിക്കുന്നത്. ബാക്കിയുള്ള ജീവജാലങ്ങളെല്ലാം അവർ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് മുതൽ തന്നെ അന്നത്തിനുള്ള വക കണ്ടെത്തുകയും തന്നെ സ്വന്തം കാര്യങ്ങൾ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ എത്ര ദീർഘമായ കാലത്തേക്കാണ് അവന് സുരക്ഷിതത്വവും കരുതലും ഒക്കെ ആവശ്യമായി വരിക. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ മാതാവിനെ തൻ്റെ ശിഷ്യനെ ഭരമേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നൊന്തുപെറ്റു വളർത്തിയ, തൻ്റെ ജീവിതത്തിന് ബലവും പ്രത്യാശയും പകർന്ന, തന്നെ പ്രതി ഉറക്കളച്ച, തന്നെ പ്രതി വിശപ്പ് സഹിച്ച തൻ്റെ അമ്മയെ ഏകയായി ഉപേക്ഷിച്ചിട്ട് പോകുവാൻ യേശുക്രിസ്തുവിന് ആവുന്നില്ല എന്നുള്ളൊരു പാഠവും അതിൽ നിന്ന് നാം വായിച്ച് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നിരവധി മാതാപിതാക്കളാണ് മക്കളാൽ നോക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടാതെ വേദനയുടെയും പ്രയാസത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഒക്കെ അനുഭവത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിന് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. അവരൊരു കണ്ണിമ അനക്കുന്നത് മാത്രമായി നമ്മുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവരാകാം. വലിയ സംഭാഷണങ്ങളൊന്നും അവർ പറയുന്നില്ലായിരിക്കാം. നമ്മളുടെ ഭവനത്തിലെ ഏതെങ്കിലും ജോലികൾ ചെയ്യുവാൻ തക്കവണ്ണം ബലമില്ലാത്ത അവസ്ഥയിലായിരിക്കാം. അതെല്ലാം ശരിയാണ്. പക്ഷേ അവരുടെ ശൂന്യത അതെത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? അവർ ഈ ലോക ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞ് യാത്രയായി കഴിയുമ്പോഴാണ് അവരുടെ വേർപാട് നിർമ്മിച്ച ശൂന്യത അതെത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുന്നത് അത്രയും. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്
വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചെയ്യാവുന്ന നീതിപൂർവകമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സന്തോഷപരമായും സമാധാനപരമായും ശാന്തതയോടും ഈ ലോക ജീവിതത്തിൽ നിന്ന് കടന്നു പോകുവാൻ തക്ക വിധത്തിൽ അവർക്ക് ശാന്തമായ ജീവിത സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിന്റെ സായാഹ്നത്ത് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അവരും അത് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അവരുടെ ജീവിത സായാഹ്നങ്ങളിൽ അവർക്ക് ശാന്തമായി ഈ ലോക ജീവിതത്തിൽ നിന്ന് പിരിയുവാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യത നാം തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നിർഭാഗ്യവശാൽ അതിനിടയാകാതെ പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അന്ത്യത്തോളം കൂട്ടുപോകുവാൻ തക്കവണ്ണം, അന്ത്യത്തോളം ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് എന്ത് ഗുണപരമായ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. യേശുക്രിസ്തുവിന് ഈ ഒരു ചിന്ത ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ അമ്മയെ ഭദ്രമായി ഒരു യുവ ശിഷ്യനെ തന്നെ ഏൽപ്പിക്കുന്നത്. അന്ത്യത്തോളം പരസ്പരം ചേർന്ന് പോകുവാൻ തക്കവണ്ണം നമുക്ക് ആദ്യമായി ഉണ്ടാകേണ്ടത് സ്വന്തമായി കാണുവാനാവുക എന്നതാണ്. നമ്മുടെ ഒരു വലിയ ബലഹീനത എന്താണ്? നാം നമ്മിൽ തന്നെ ഇങ്ങനെ അഭിരമിച്ച് ജീവിക്കുകയാണ്. എല്ലാം നമുക്ക് വേണം, എല്ലാം എൻ്റെ കാര്യങ്ങൾ മാത്രം. സ്വാർത്ഥത വല്ലാതെ 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 നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ പെരുകുന്നുണ്ട്. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ പെരുകുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ അടുത്തൊരു തലമുറയെയും കുറെ കൂടെ സ്വാർത്ഥരാകുവാൻ തക്കോണം നാം പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തുന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി ഓരോ മുറിയും അവർക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഓരോരോ സാധനങ്ങളും കൃത്യമായി പേര് പറഞ്ഞ് നാം അവർക്കായി ക്രമീകരിച്ച് നൽകുകയാണ്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് തിരിച്ചറിയാവുന്ന സത്യമാണ്. നാം പലപ്പോഴും പല കാര്യങ്ങളും കോമണായി ഉപയോഗിച്ചവരാണ്, ഒരുമിച്ച് കിടന്നുറങ്ങിയവരാണ്. ഏതെങ്കിലും തരത്തിൽ സ്വന്തമെന്ന് അവകാശിക്കുവാൻ ഒരു കല്ലു പെൻസിൽ പോലും ഇല്ലാതിരുന്ന ബാല്യകാലമുള്ള ഒത്തിരി പേർ ഈ സുവിശേഷ സന്ധ്യയിൽ ഈ വചനം കേൾക്കുന്നുമുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ നമ്മിൽ തന്നെ അഭിരമിച്ചു കഴിയുകയും എനിക്കെല്ലാം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്നതിന് തത്തുല്യമായി നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും പ്രിയപ്പെട്ടവരായി കരുതുവാനും സ്നേഹിക്കുവാനും ഇടയായതിനാണ്. സ്വന്തമായി കാണുവാൻ ഇടയാകണം. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ എല്ലാം സ്വന്തമെന്നാണ് കണ്ടത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരോട് പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളാകട്ടെ ഈ ലോകത്തിന്റെ അറുതികളോളം എൻ്റെ സ്നേഹത്തെ യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും കൂടാതെ എൻ്റെ സ്നേഹത്തെ ലോകത്തിന്റെ 4 അതിരുകളോളം നിങ്ങൾ അനേകർക്കായി വിഭാഗിച്ച് നൽകുക. സത്യത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തൊന്നുമല്ല ലോകത്തിൽ മുഴുവനും ക്രിസ്തീയ വിശ്വാസത്തെ രൂപപ്പെടുത്തി എടുത്തത്. അവരാകെ കൂടെ ചെയ്തത് ക്രിസ്തു പകർന്നു കൊടുത്ത സ്നേഹഗീതം അവർ അവരുടെ ജീവിതത്തിൽ കൂടെ പോയ ഇടങ്ങളിലെല്ലാം ആവിഷ്കരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നാം അനേകരാൽ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം, വേർപിരിയലിന്റെ മതിലുകളില്ലാതെ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടത് എന്താണ്? എല്ലാം സ്വന്തമായി കാണുവാൻ തക്കവണ്ണം, എല്ലാ മനുഷ്യരെയും സ്വന്തമെന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ഹൃദയവിശാലത ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി, അന്ത്യത്തോളം കൂട്ടുപോകുവാൻ തക്കവണ്ണം, ഒറ്റയ്ക്കാക്കി ആരെയും വിടാതിരിക്കുവാൻ തക്കവണ്ണം നമുക്കുണ്ടാകേണ്ടത് എന്താണ്? അത് ഹൃദയപൂർവം ജീവിക്കുക എന്നുള്ളതാണ്. ഹൃദയപൂർവം ജീവിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഹൃദയപൂർവം ജീവിച്ച മനുഷ്യരെയാണ് ദൈവം വലിയ വലിയ നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഹൃദയപൂർവം ജീവിച്ച മനുഷ്യരെയാണ്. നമ്മുടെ കുഴപ്പം എന്താണ്? നമ്മളെല്ലാം വലിയ കണക്കുകൂട്ടലുകളിൽ ഗണിതപൂർവമാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും വലിയ വലിയ കണക്കുകൂട്ടലുകളും കണക്കു പറച്ചിലുകളുമാണ് നമുക്കുള്ളത് അത്രയും. അതല്ലാതെ ഹൃദയപൂർവ്വം ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഇടയായി തീരുന്നില്ല. നമ്മുടെ ഒരു വലിയ കുഴപ്പവും നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ പരാജയവുമാകുന്നുവെന്ന് തിരിച്ചറിയണം. ഹൃദയപൂർവ്വം ജീവിക്കുവാൻ ഇടയാകുന്ന മനുഷ്യരെ ദൈവം വളരെ വാത്സല്യത്തോടെ തന്നോട് ചേർത്ത് വെച്ച ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അത്രയും. അത് നല്ല ശമറിയാക്കാരന്റെ ഉപമ പറയുമ്പോഴാണെങ്കിലും വലത്തുഭാഗം ലഭിച്ച നിരവധി ചോദ്യശരങ്ങളുടെ മുമ്പിൽ പകച്ചു പോകാതെ നിന്ന കുറെ ആളുകളുണ്ടല്ലോ. എനിക്ക് വിശന്നു,
നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു എന്നൊക്കെ പറഞ്ഞ് ഹൃദയപൂർവ്വം ജീവിച്ച മനുഷ്യരെയാണ് യേശുക്രിസ്തു ഇത്ര കണ്ട് അഭിനന്ദിച്ചത്. ധനവാന്റെ ലാസറിന്റെ ഉപമയിൽ നാം കാണുന്നുണ്ട്, ഹൃദയപൂർവ്വം ജീവിക്കാതെ ഇരുന്ന മനുഷ്യനെ പാതാളത്തിലെ അതിവേദനകളിലേക്കാണ് അയക്കുന്നതായി തിരുവചനം സാക്ഷിക്കുന്നത്. എത്ര ഭംഗിയായി അവിടെ പറയുന്നുണ്ട്, നീ സുഖദിവസത്തിൽ ആഡംബരത്തോടെ കഴിഞ്ഞ് നിന്റെ പടിവാതിലിൽ കിടന്നിരുന്ന ദരിദ്രനായ ലാസറിനെ നീ ഓർത്തില്ല. പ്രിയമുള്ളവരെ, ഹൃദയപൂർവ്വം ജീവിക്കുന്നവർക്ക് ദൈവം വലിയ വലിയ നിയോഗങ്ങളെ നൽകുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്. തിരുവചനം നമുക്ക് നൽകുന്ന വലിയ ഉറപ്പാണ്. വിക്കനായ മോശ ഇസ്രായേലിൽ എന്ന് പറയുന്ന ഒരു മഹാസമൂഹത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് എടുത്തുയർത്തപ്പെട്ടത് എങ്ങനെയാണ്? അവന്റെ ഹൃദയപൂർവ്വമുള്ള ജീവിതം കണ്ടിട്ടാണ്. ദാവീദ് എന്ന് പറയുന്ന ഇടയബാലൻ എങ്ങനെയാണ് ഒരു ജനതയെ നയിക്കുവാൻ തക്കവണ്ണം രാജപദവിയിലേക്ക് എത്തപ്പെട്ടത്, ഒരു ജനതയെ നയിക്കുവാൻ തക്കവണ്ണം രാജപദവിയിലേക്ക് പ്രവേശിച്ചത്? ഹൃദയപൂർവ്വം ജീവിച്ചത് കൊണ്ടാണ്. യോസേഫ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ, സഹോദരങ്ങളാൽ പരിത്യക്തനാക്കപ്പെട്ടവൻ എങ്ങനെയാണ് ഈജിപ്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പ്രവേശിച്ചത്? ഹൃദയപൂർവ്വം ജീവിച്ചത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകിച്ച് വലിയ കഴിവുകളും മേന്മകളും ഒന്നുമില്ലാതെ ഇരുന്നിട്ടും അവരൊക്കെ ഹൃദയപൂർവ്വം ഈ ലോക ജീവിതത്തിൽ ഇടപെട്ടതുകൊണ്ട് ദൈവം അവരെ ഭരമേൽപ്പിച്ച ചുമതലകൾ വളരെ വലുതു തന്നെ ആയിരുന്നു, യാതൊരു സംശയവും വേണ്ട. അടുത്തതായി, കൂട്ടുപോകുവാൻ തക്കവണ്ണം, പരസ്പരം ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം, വിഭാഗീയത ഉണ്ടാകാതെ ഇരിക്കുവാൻ തക്കവണ്ണം നമുക്ക് എന്താണ് ചെയ്യുവാൻ ഇടയാകേണ്ടത്? യേശു ക്രിസ്തുവിനെ നോക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഒരുപക്ഷെ നമുക്ക് അനുദിന ജീവിതത്തിൽ ഒത്തിരി കുറ്റങ്ങൾ, അത് സഭയെ പറ്റി, സഭാ സമൂഹത്തെ നയിക്കുന്ന നേതാക്കന്മാരെ പറ്റി ഒക്കെ പറയുവാൻ ഉണ്ടായി എന്ന് വരാം. അവരുടെയൊക്കെ ജീവിതം തെറ്റുകളും ബലഹീനതകളും ഒക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ജീവിതത്തോട് വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾ വല്ലാതെ ഈ കാലത്ത് പെരുകി വരുന്നുണ്ട്. നാം ആരെയാണ് മാതൃകയായി സ്വീകരിക്കേണ്ടത്? അത് ഉടഞ്ഞു പോകുന്ന ഈ മനുഷ്യരെയാണോ? അല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കുക എന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മോടുള്ള ആഹ്വാനം. ക്രിസ്തുവിനെ നോക്കി ചുവടുകൾ പതറാതെ നിത്യതയോളം നടക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും ആകുന്നു. യഥാർത്ഥത്തിൽ നാം ഒന്ന് ജീവിതത്തെ വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന കാര്യമാണ്, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം മാതൃകകളില്ലാത്ത മനുഷ്യരാണ്. മാതൃകയുള്ളവൻ ക്രിസ്തു മാത്രമാണ്. മാതൃകയുള്ള ക്രിസ്തുവിനെ പിൻപറ്റുവാനും അവന്റെ പാതാരവിന്ദങ്ങളെ പിന്തുടർന്ന ശിഷ്യഗണത്തെ, അവരുടെ പിന്നാലെ വന്ന വിശുദ്ധരായ അനേക മനുഷ്യരെ, അവരുടെ ജീവിതങ്ങളെ പിൻചെല്ലുവാൻ തക്കവണ്ണം നമുക്കിടയാവുക എന്നത് ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. യേശു ക്രിസ്തു കുരിശിൽ അതിവേദനപ്പെടുമ്പോൾ തൻ്റെ മാതാവിന്റെ സംരക്ഷണം തൻ്റെ വത്സല ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കുന്നു. തൻ്റെ വത്സല ശിഷ്യനായ യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്നെ ഇനിമേൽ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു മാതാവും നിനക്കുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതത്തിന് കാരണമായി തീർന്ന മാതാപിതാക്കന്മാരുണ്ട്. അതേ സ്നേഹവും വാത്സല്യവും അതിലുപരിയായുള്ള വാത്സല്യവും നൽകുന്ന സ്വർഗത്തിലെ ഒരു ദൈവവും നമുക്കുണ്ട്. അവൻ പിതാവായി മാതാവായി നമ്മോട് അനുദിന ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ആ ദൈവത്തിന്റെ സ്നേഹവലയത്തിൽ സംരക്ഷിക്കപ്പെട്ട് ഈ ലോക ജീവിതം അർത്ഥപൂർണമായി പൂർത്തീകരിപ്പാൻ വലിയവനായ ദൈവം നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ, ബലപ്പെടുത്തട്ടെ, വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.